എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഈ വിഷുക്കാലത്ത് അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ കാലത്തെ ഫലമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വർഷത്തെ ഗ്രഹനിലയിൽ അതീവ പ്രാധാന്യമുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ്. ജൂണിൽ അത് ഉച്ചസ്ഥനായി കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നതാണ്. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. അവിട്ടം നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലുമായി വരുന്നതിനാൽ ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെയും സാമ്പത്തിക നിലയെയും എങ്ങനെയൊക്കെ ബാധിക്കും, പ്രത്യേകിച്ച് കരിയറിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായിട്ടൊക്കെ ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലൊക്കെ കൊണ്ടു നടക്കുന്നവർക്കും ഈ വിഷുഫലം വളരെ നിർണായകമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാനും ദോഷഫലങ്ങളൊക്കെ മാറാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം അവിട്ടം നക്ഷത്രക്കാരുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം തൊഴിൽ രംഗത്ത് വലിയൊരു വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഏറെക്കാലമായിട്ടൊക്കെ ഒരേ തസ്തികയിലൊക്കെ തുടരുന്നവർക്കും അതുപോലെ അർഹമായ അംഗീകാരമൊക്കെ ലഭിക്കാത്തവർക്കും ഈ വർഷം വളരെയധികം ഗുണകരമാണ്. ജോലിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു നേട്ടമായി മാറുന്നതാണ്. ഒരേ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു മാറ്റത്തിനുള്ള സമയം കൂടിയാണിത്. പുതിയ തസ്തികയിലേക്കൊക്കെ മാറാനോ അല്ലെങ്കിൽ കൂടുതൽ അധികാരമൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്താനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. അത് നിങ്ങളുടെ കർമ്മരംഗത്ത് ചില കഠിന പ്രയത്നങ്ങൾ ആവശ്യമാണ് എന്നതാണ്. എന്നാൽ വ്യാഴം ജൂൺ മുതൽ ശനിയെ ദൃഷ്ടി ചെയ്യും. അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൃത്യമായ ഒരു പ്രതിഫലം ലഭിക്കുന്നതിനുള്ള ഒരു സൂചന കൂടിയാണ്. സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അല്പം സംയമനമൊക്കെ പാലിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്തെ സമാധാനമൊക്കെ നിലനിർത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ജൂൺ മാസത്തിനൊക്കെ ശേഷം നല്ല അവസരങ്ങളൊക്കെ തേടി വരുന്നതാണ്. IT മേഖലയിലൊക്കെ ഉള്ളവർക്കും അധ്യാപന രംഗത്തൊക്കെ ഉള്ളവർക്കും മികച്ച ഒരു വളർച്ചയുണ്ടാകുന്ന കാലമാണ്. വളരെ കാലമായിട്ട് വിദേശത്തൊക്കെ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി വിസ നടപടികളൊക്കെ വേഗത്തിലാകുന്നൊരു സമയം കൂടിയാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ അനുയോജ്യമായ സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ കരാർ വ്യവസ്ഥകളിലൊക്കെ കൃത്യതയൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഈ വിഷുക്കാലം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് ധനസഹായമൊക്കെ ഉണ്ടാകാനും ഈ സമയം സഹായിക്കുന്നതാണ്. കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള ഒരു സാമ്പത്തിക ലാഭമൊക്കെ തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. പാതി വഴിയിലൊക്കെ നിലച്ചുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയ വീടൊക്കെ പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ വീടൊക്കെ പണി തുടങ്ങുന്നതിന് വേണ്ടിയ ലോണുകൾക്കോ ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. രാഹു കുംഭൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അപ്രതീക്ഷിതമായ ചിലവുകൾക്കും സാധ്യതയുണ്ട്. പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിംഗ് ഒക്കെ ആവശ്യമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. അതുപോലെ പഴയ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വിഷുക്കാലം വൈകാരികമായ ചില മാറ്റങ്ങൾക്കും ഒപ്പം വലിയ സന്തോഷങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുന്ന ഒന്നാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ആവശ്യമായ സമയമാണ്. അതുപോലെ കുടുംബ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതുമാണ്. പരസ്പര വിശ്വാസവും അതുപോലെ ആശയവിനിമയവും ഒക്കെ ദൃഢമാക്കാൻ ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ്.
ചെറിയ കുട്ടികളൊക്കെയുള്ള മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ആരോഗ്യകാര്യത്തിലും പഠനകാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. കുടുംബത്തിലെ മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നതാണ്. അകന്നുപോയ ബന്ധുക്കളൊക്കെ തിരികെ വരാനും കുടുംബത്തിലൊരു ഐക്യം നിലനിർത്താനും സാധിക്കുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തുള്ളവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അല്പം ജാഗ്രത വേണം. അതുപോലെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഈ സമയത്തെ പങ്കുവെക്കുകയും ചെയ്യരുത്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്കും അതുപോലെ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും അനുകൂലമായ സമയമാണ്. സയൻസ്, സാങ്കേതികവിദ്യ, ഭാഷാപഠനം എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ നീങ്ങി യാത്രയ്ക്കൊക്കെയുള്ള വഴിയൊക്കെ തെളിയുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, അമിതമായ ആത്മവിശ്വാസം കാരണം ചിലപ്പോൾ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അല്പം ജാഗ്രതയും പാലിക്കേണ്ടതാണ്. ഇനി അവിട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഈ വർഷം ആരോഗ്യകാര്യത്തിൽ അല്പം മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കാലുകൾക്കോ സന്ധികൾക്കോ ഒക്കെ വേദനയോ ചെറിയ നീർക്കെട്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. അതിനാൽ പുറത്തു നിന്നൊക്കെയുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ചെറിയ കുട്ടികളൊക്കെയുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ഭക്ഷണ കാര്യത്തിലും അതുപോലെ അലർജി സംബന്ധമായ പ്രശ്നങ്ങളിലുമൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന സമയങ്ങളിലെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയാനും എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനമൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നതും ശനി സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നതും നിങ്ങളുടെ കർമ്മരംഗത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കുന്നതാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. മാസത്തിൽ ഒരിക്കൽ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും കുറയാൻ സഹായിക്കുന്നതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് ഈ വർഷം അവിട്ട നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. ചുരുക്കത്തിൽ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വിഷുക്കാലം പ്രതീക്ഷയുടെയും മാറ്റങ്ങളുടെയും ഒക്കെ വർഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.